തൊടുപുഴയിൽ പോലീസ് വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെടുത്ത സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നുവെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. കാക്കനാട് റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ഇടുക്കി SP DGPക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അഖിൽ TS ഉണ്ട് വിവരങ്ങളുമായി. അഖിലിത, ഒടുവിൽ മെഡിക്കൽ റിപ്പോർട്ടും വന്നിരിക്കുകയാണ്. റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നു എന്ന്. ഇവിടെ ഇപ്പോൾ ഈ മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് നിരവധി ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജനങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നു എന്നൊരു റിപ്പോർട്ടല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത് കൈരളി ന്യൂസ് ആണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 19-ാം തീയതി മുതൽ ഈ വാർത്തയുടെ പുറകെ നിരന്തരമായി നമ്മളുണ്ടായിരുന്നു. നാട്ടുകാർ ഉന്നയിച്ച കാര്യങ്ങൾ സത്യമാണ്, അവർക്ക് നീതി നൽകണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് നമ്മളായിരുന്നു. ഈ ദൃശ്യങ്ങളടക്കം വ്യക്തമായിരുന്നു. ഈ ആളുകൾ, ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് കരിമണ്ണൂർ SI ആയിട്ടുള്ള NS റോയും ഡ്രൈവറായിട്ടുള്ള ജിജോ ആന്റണിയും മദ്യപിച്ചിരുന്നു എന്നുള്ള ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തു വന്നിരുന്നു. അതിന്റെ ഫലമായി നിരന്തരമായി നമ്മൾ ഈ വാർത്തയ്ക്കൊപ്പം നിന്നതിന്റെ ഫലമായി എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യഘട്ടത്തിലൊക്കെ പോലീസ് ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള നയമാണ് പിന്തുടർന്നു വന്നത്. ആദ്യഘട്ടത്തിൽ മങ്ങാട്ടുകവലയിൽ എത്തിച്ച ബ്രത്ത് അനലൈസറിൽ തുടങ്ങി ഇവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. തുടർന്ന് ഇതിന്റെ ഈ റിസൾട്ട് കഴിവതും എത്രമാത്രം വൈകിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിപ്പിക്കുമോ അത്രമാത്രം ഇവർ വൈകിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടു. 19-ാം തീയതി മുതൽ നിലവിൽ 25-ാം തീയതിയാണ്. 6 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഈ റിസൾട്ട് പുറത്തേക്ക് വരുന്നത്. സാധാരണ മദ്യപിക്കുന്ന ഘട്ടത്തിൽ അടുത്ത ദിവസം തന്നെ പുറത്തേക്ക് വരേണ്ട റിസൾട്ട് ഈ 6 ദിവസം വൈകിപ്പിക്കുന്ന ഘട്ടമുണ്ടായി. അപ്പോഴും നമ്മൾ നിരന്തരമായി പറഞ്ഞു, ഈ റിസൾട്ട് പൂഴ്ത്തിവെക്കുന്നതിനുള്ള, ഇല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് തൊടുപുഴയിലെ CI അടക്കം കേരള പോലീസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള വാർത്തകൾ നമ്മൾ നിരന്തരമായി നൽകിയതിന്റെ ഫലം എന്നോണം തന്നെ ഈ റിസൾട്ട് ഇതാ ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. റിസൾട്ടിൽ പറയുന്ന കാര്യം, കരിമണ്ണൂർ SI ആയിട്ടുള്ള NS റോയും ഡ്രൈവറായിട്ടുള്ള ജിജോ ആന്റണിയും ഈ സമയത്ത്, അതായത് മങ്ങാട്ടുകവലയിൽ ലോകകപ്പ് ഫൈനൽ നടക്കുന്ന സമയത്ത് ആ വേദിയിലേക്ക് എത്തി ആളുകളുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത്, നാട്ടുകാർ ഇവരെ തടഞ്ഞു വെക്കുന്ന സമയത്ത് ഇവർ മദ്യപിച്ചിരുന്നു എന്നുള്ള കൃത്യമായ റിസൾട്ടാണ് കാക്കനാട് റീജിയണൽ കെമിക്കൽ എക്സാമിനേഷൻ ലാബ് നടത്തിയ പരിശോധനയിൽ കൃത്യമായി ഇവർ മദ്യപിച്ചിരുന്നു എന്ന് കണ്ടെത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഇതിന്റെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ ഇടുക്കി SP DGPക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ സിന്ദൂരി പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് നാട്ടുകാർ ഈ വാഹനം തടഞ്ഞു വെക്കുകയായിരുന്നു, ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയായിരുന്നു. ഇതിനെതിരെ ഈ ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നിലവിൽ ഒരു കേസ് പോലും എടുക്കാതെ, ഒരു റിപ്പോർട്ട് പോലും കൊടുക്കാതെ തടഞ്ഞു വെച്ചുവെന്ന് ആരോപിച്ച് 200 പേർക്കെതിരെ, കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ, അതിൽ തൊടുപുഴ നഗരസഭാ കൗൺസിലർ ഉണ്ടായിരുന്നു, തൊടുപുഴയിലെ CPIM ഏരിയ സെക്രട്ടറി ഉണ്ടായിരുന്നു, മറ്റ് പൊതുപ്രവർത്തകരുണ്ടായിരുന്നു. ഇത്തരത്തിൽ 200 പേർക്കെതിരെ ഈ വിഷയത്തിൽ പോലീസ് കേസ് എടുത്തിരുന്നു. ആ കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെയാണ് ഈ കേസ് എടുത്തിരുന്ന ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയെ സമീപിച്ച് ഈ കേസ് എടുത്ത ആളുകൾ ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കണമെന്നുള്ള ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ആ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം ഇന്ന് രാവിലെയാണ് ഈ റിസൾട്ട് ഇടുക്കി SP DGPക്ക് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ തൊടുപുഴയിലെ കരിമണ്ണൂർ CI ആയിട്ടുള്ള NS റോയും ഡ്രൈവർ ജിജോ ആന്റണിയും കൃത്യമായി മദ്യപിച്ചിട്ട് തന്നെയാണ് മങ്ങാട്ടുകവലയിൽ എത്തിയതെന്നും മങ്ങാട്ടുകവലയിൽ ആ പരിപാടി തടസ്സപ്പെടുത്താൻ എത്തിയതെന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. അതായത് നാട്ടുകാരായിരുന്നു ശരി. ആദ്യഘട്ടം മുതൽ നമ്മൾ പറഞ്ഞതും അതായിരുന്നു. ഇവർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, ഉദ്യോഗസ്ഥരുടെ വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുമ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിച്ചത് നാട്ടുകാർ പറഞ്ഞതായിരുന്നു ശരി. നമ്മൾ മാത്രമായി ഒരുപാട് ദൃശ്യങ്ങൾ, നമ്മൾക്ക് ഒരുപാട് ആളുകൾ തന്ന ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടുന്നു. ആദ്യഘട്ടത്തിൽ ഒന്നും പോലീസ് ഈ നടപടിയുമായി മുമ്പോട്ട് പോകാൻ തയ്യാറായില്ല. എന്തായാലും ഒടുവിൽ ഇതാ പോലീസിന് കുറ്റം സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ പോലീസിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. നിരന്തരമായ വാർത്തകളുടെ, നിരന്തരമായ ഇടപെടലുകളുടെ ഫലമായി ആ വാർത്ത പുറത്തേക്ക് വരികയാണ്. ഇരുവരും മദ്യപിച്ചിരുന്നു, ഇരുവരും കൃത്യവിലോപം നടത്തി. ഈ കൃത്യവിലോപം നടത്തിയ ഇവരെ സംരക്ഷിക്കുന്നതിനാണ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പേരിൽ 200 പേർക്കെതിരെ കേസെടുത്തത്. ആ 200 പേരും, ആ നാട്ടുകാർ ഓരോരുത്തരും ശരിയാണ് എന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കപ്പെടുകയാണ് സിന്ദൂരി.
അഖിൽ, ഇവിടെ ഈ അഖിൽ പറഞ്ഞതുപോലെ തന്നെ ആ നാട്ടുകാരായിരുന്നു ശരി, അവരോടൊപ്പമാണ് കൈരളി നിലനിന്നത്. ഇവിടെ ഇനി നമുക്കറിയേണ്ടത് ഇത്രയധികം വ്യക്തമായി സയന്റിഫിക് ആയിട്ടുള്ള പ്രൂഫ് വരെ വന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കുക? അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനൊരു പ്രതികരണവും നമ്മൾ ഇവിടെ ഈ വേളയിൽ പ്രതീക്ഷിക്കുന്നില്ലേ? ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? സിന്ധൂരി, തീർച്ചയായും ഇവിടെ ആഭ്യന്തരമന്ത്രിക്കുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രിയപ്പെട്ട സിന്ധൂരി ഒന്ന് ഓർക്കുക, ആഭ്യന്തരമന്ത്രി ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് 200 പേർക്കെതിരെ, അതായത് നാട്ടുകാർ ചെയ്തത് ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയ ഉദ്യോഗസ്ഥരുടെ ഉള്ളിലെ കള്ളങ്ങൾ പൊളിച്ചു കാട്ടുകയാണ്, തുറന്നു കാട്ടുകയാണ് നാട്ടുകാർ ചെയ്തത്. ആ നാട്ടുകാർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ നാട്ടുകാരോട് ആദ്യഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രി മാപ്പ് പറയാൻ തയ്യാറാവേണ്ടതാണ്. മറ്റൊരു കാര്യം, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം. ഇടുക്കി SP ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയുന്നത് DGPക്ക് നിലവിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. DGP ആ റിപ്പോർട്ട് വിശദമായി വിലയിരുത്തിയ ശേഷം കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇടുക്കി SP നമുക്ക് നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിനപ്പുറം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസുകാർക്കെതിരെയുള്ള നടപടിക്കപ്പുറം 200 പേരായ നാട്ടുകാരായ 200 പേർക്കെതിരെ കേസെടുത്തിരുന്നു. ഈ വിഷയത്തിൽ കണ്ടാൽ അറിയാവുന്ന 200 പേർ. അതിൽ ആദ്യഘട്ടം മുതൽ നമ്മൾ പറയുന്നു തൊടുപുഴ നഗരസഭയിലെ കൗൺസിലറുണ്ട്, CPIM-ലെ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ഉണ്ട്, DYFIയുടെ ജില്ലാ ട്രഷറർ ഉണ്ട്. അങ്ങനെ പൊതുപ്രവർത്തകരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള 200 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആദ്യഘട്ടം മുതൽ ആ നാട്ടുകാർ പറയുന്നു, ഞങ്ങൾ പറയുന്നത് ശരിയാണ്, ഇരുവരും മദ്യപിച്ച് ലക്ഷ്യമിട്ടാണ് ആ തൊടുപുഴ മങ്ങാട്ടുകവലയിലെ പരിപാടി നടക്കുന്നിടത്ത് എത്തിയതെന്ന് നാട്ടുകാർ ആവർത്തിച്ചിട്ടും പോലീസ് ഒരു തരത്തിലും ചെവിക്കൊണ്ടില്ല. നാട്ടുകാർക്കെതിരെ കേസെടുത്തുകൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാനാണ് അവർ ആദ്യഘട്ടം മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നാട്ടുകാർക്കെതിരെ കേസെടുക്കുമ്പോൾ നാളെ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ പോലീസ് കൃത്യവിലോപം നടത്തിയാൽ ആളുകൾ ഇവരെ ചോദ്യം ചെയ്യാൻ ഭയപ്പെടും. ആ ഭയം ഉണ്ടാക്കിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള നയമായിരുന്നു ആദ്യഘട്ടം മുതൽ പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ എല്ലാ ശ്രമങ്ങളും പൊളിഞ്ഞു വീഴുകയാണ്. എല്ലാ ശ്രമങ്ങളും സയന്റിഫിക്കായി നടത്തിയ പരിശോധനയിൽ പൊളിഞ്ഞു വീണിരിക്കുന്നു. കൃത്യമായി ഇരുവരും മദ്യപിച്ചിരുന്നു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മൾ ആദ്യഘട്ടം മുതൽ നിരന്തരമായി ആ സംഭവം നടന്ന് അന്ന് മുതൽ നിരന്തരമായി നമ്മൾ ഈ വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു. ഓരോ ഘട്ടത്തിലും ഇവർ ഈ വാർത്ത ഇല്ലാതാക്കാൻ നോക്കുമ്പോഴും ആ വാർത്ത ഇല്ലാതാക്കാൻ നമ്മൾ അനുവദിച്ചിരുന്ന കൃത്യമായി നമ്മൾ ഓരോ ഘട്ടത്തിലും ആ വാർത്തയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇത് നമ്മുടെ കൂടെ വിജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും സിന്ധൂരി. അതെ അഖിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ജനകീയ പ്രശ്നമാണ്. ജനങ്ങൾക്കൊപ്പം ഒരു മാധ്യമം നിലനിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വലിയ സന്തോഷം, സംതൃപ്തി കൂടിയാണ് ഇപ്പോൾ ഈ വാർത്തയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 200-ലധികം ആളുകളെ കുറ്റവാളികളാക്കി പോലീസ് കേസെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവർ, യഥാർത്ഥത്തിൽ മദ്യപിച്ചിരുന്നവരെ രക്ഷിക്കുവാനാണ് പോലീസ് ശ്രമിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ ഇതാ ഈ തെളിവ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കേസെടുത്ത 200 പേരുടെ ഭാവി, അല്ലെങ്കിൽ ആ കേസിൽ ഇവരുടെ ഭാവി എന്താണ് എന്നുകൂടി ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതും പ്രതികരിക്കേണ്ടതും മാപ്പ് ചോദിക്കേണ്ടതും അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം അത്രയധികം ഒരു തെറ്റാണ് പോലീസ് വകുപ്പ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത്. ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിയവരെ കുറ്റവാളികളാക്കുന്ന സമീപനമാണ്. അഖിൽ TS ആണ് വിശദമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.